കല്ല് കിട്ടണം, അതാണ് ഭാഗ്യം. ആ സമയം അൺടൈംലി ആയാൽ അത് ഭാഗ്യമല്ല, പിന്നെ കാര്യമില്ല, നമുക്ക് വെറുതെ നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. അതാണ് ഇഷ്ടമാതിരി വെള്ളമുണ്ട്, പക്ഷെ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളമില്ല. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ വെള്ളമാണ് സമൃദ്ധി, പക്ഷെ കുടിക്കണ്ടേ? കവിതയിൽ പറയും പോലെ വാട്ടർ വാട്ടർ എവരിവെയർ ഡ്രോപ്പ് ടു ഡ്രിങ്ക് എന്ന് പറഞ്ഞു. അതേമാതിരി അവസ്ഥ. ആ അവസ്ഥ അതാണ് ഭാഗ്യക്കേട് എന്ന് പറയുക. ഇപ്പൊ ഭാഗ്യം എന്ന് പറഞ്ഞാൽ അത് നമ്മള് ഒന്ന് അത് ഉണ്ടാകുക, രണ്ട് അത് അനുഭവിക്കുക, അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാകുക എന്നുള്ളതാണ് അതിന്റെ ഭാഗ്യം. അപ്പൊ അതിനാണ് ഈ വാസ്തുവിൽ ഓരോരോ, യഥാർത്ഥത്തില് വാസ്തുവിന്റെ വേറൊരു പേര് ഇവന്റോളജി എന്നാണ്. ഇവന്റോളജി എന്ന് പറഞ്ഞാൽ ഇവന്റ് മാനിഫെസ്റ്റേഷൻ. യഥാർത്ഥത്തിൽ നമ്മൾ ഈ യൂറോപ്യൻസ് ഒക്കെ പറയുന്ന സീക്രട്ടിലൊക്കെ പറയുന്ന ഒരു ഇവന്റ്, അതുമാതിരി ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്ന, യഥാർത്ഥം നമ്മളെ ഇന്ത്യയിൽ അതൊക്കെ പണ്ടേ ഉണ്ട്. അത് ഈ ഭാഗ്യത്തിനെ അട്രാക്ട് ചെയ്യാനാണ് വാസ്തുശാസ്ത്രം ഉപയോഗിക്കുന്നത്. അപ്പൊ ഭാഗ്യമുള്ള ദിശ, അപ്പൊ വടക്കുന്നാണോ നമുക്ക് കൂടുതലായിട്ട് ബിസിനസ് ഒക്കെ